ശ്രീ അഡ്വക്കേറ്റ് കെ രാംകുമാർ, ഇവിടെ സാമൂഹിക പരിവർത്തനവും ഏക സിവിൽ കോഡും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. ഒരു പരിഷ്കൃത സമൂഹം അത് അതിൻ്റെ സ്വാഭാവിക തലത്തിൽ അതിൻ്റെ വ്യക്തിവികാസം വന്നുകൊള്ളും, അത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നില്ല എന്നാണ് ശ്രീ സേനാപതി വേണു ആവർത്തിക്കുന്നത്. അങ്ങനെയാണോ താങ്കളും കരുതുന്നത്? ഞാൻ വളരെ ബഹുമാനപൂർവ്വം ശക്തിയായ വിയോജിപ്പ് പറയുന്നു. ഉദാഹരണത്തിന് ഇവിടെ അഭിഭാഷകരായ എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം, പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്ത് ഈഴവർക്ക് പ്രത്യേക നിയമമുണ്ടായിരുന്നു, നായന്മാർക്ക് പ്രത്യേക നിയമമുണ്ടായിരുന്നു. ട്രാവൻകൂർ നായർ ആക്ട്, ട്രാവൻകൂർ ഈഴവ ആക്ട്, ട്രാവൻകൂർ വെള്ളാള, നാഞ്ചിനാട് വെള്ളാള ആക്ട്. വെള്ളാള എന്ന് പറഞ്ഞ ഒരു സമുദായം മാത്രം. ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ബോധവൽക്കരണം കൊണ്ടോ സാമൂഹ്യ പരിഷ്കരണം കൊണ്ടോ അല്ല മാറ്റിയത്, നിയമം മൂലം മാത്രമാണ്. ഈഴവർക്കും നായന്മാർക്കും വെള്ളാളമാർക്കും രാജ്യഭരണകാലത്തുണ്ടായിരുന്ന പ്രത്യേക നിയമങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനം വരുമ്പോൾ റദ്ദ് ചെയ്ത് പൊതുവായ നിയമം ഉണ്ടാക്കി. അപ്പോൾ പൊതുവായ നിയമം വരുമ്പോൾ ഒരു മതവിഭാഗത്തെ മാത്രം തൊടാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്ത് യുക്തിയുള്ളത്? ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട നായർക്കും ഈഴവർക്കും വെള്ളാളന്മാർക്കും ഉണ്ടായിരുന്ന പ്രത്യേകം അവരവകാശപ്പെടുന്നത് ആചാരമാണ്. ആചാരത്തെ നമുക്ക് ബഹുമാനിക്കാം, ദുരാചാരത്തെ ബഹുമാനിക്കാൻ പറ്റുമോ? അന്ധവിശ്വാസത്തെ ബഹുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ അന്ധവിശ്വാസം പോലെയുള്ള ആചാരങ്ങൾ നിർബന്ധമായും നിയമം മൂലം നിരാകരിക്കണം, നിർബന്ധിച്ച് നടപ്പാക്കണം, ശിക്ഷാർഹമാക്കണം. ആ ഭാഷയെ ഒരു നമ്മുടെ രാജ്യത്ത് ഒരു വിഭാഗങ്ങൾക്കും, ഉദാഹരണത്തിന് ശൈശവ വിവാഹം ബോധവൽക്കരണം കൊണ്ട് നിർത്താൻ പറ്റുമെന്ന് എൻ്റെ സുഹൃത്ത് ശ്രീ വേണു വിശ്വസിക്കുന്നുണ്ടോ? മലപ്പുറം ജില്ലയിലെ, പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ ഒരു വലിയ വിഭാഗം ഇന്നും ശൈശവ വിവാഹത്തിൽ ഏർപ്പെടുന്നുണ്ട് അറിയാതെ. പല പെൺകുട്ടികളും ക്ലാസ്സിൽ വരുമ്പോഴാണ് മറ്റ് സഹവിദ്യാർത്ഥികളും അധ്യാപകരും മനസ്സിലാക്കുന്നത് അവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. ഈ സമ്പ്രദായം പ്രബുദ്ധ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബീഹാറിലോ ബംഗാളിലോ ഉത്തർപ്രദേശിലോ രാജസ്ഥാനിലോ ഉള്ള മുസ്ലിം സഹോദരിമാരുടെ സ്ഥിതി നമുക്ക് ആലോചിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവരെ തടവിലാക്കിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ ആചാരത്തിൻ്റെ ഭാഗമല്ല, ദുരാചാരത്തിൻ്റെ ഭാഗമാണ്. അത് മാറ്റണമെങ്കിൽ കർക്കശമായ നിയമനിർമ്മാണം തന്നെ വേണം. ഞാൻ പറയുന്നത് അടിച്ചേൽപ്പിക്കണമെന്നല്ല. യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ഉടനെ നമ്മുടെ കപട മതേതരക്കാർ പറയുന്നത് ഒരു വിഭാഗത്തെ അതിർത്തിപ്പെടുത്തരുത്. ഈ ഒരു വിഭാഗത്തിന് എന്താണോ പ്രത്യേകത? ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമത്തിന് അതീതരാണ് എന്നൊരു മതവിഭാഗം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണോ? അതാണോ ഇവിടുത്തെ ഏകത? അത് വളരെ ബാലിശമായ പഞ്ചായത്ത് തലം മുതൽ പാർലമെൻറ്റ് തലം വരെയുള്ള പ്രീണനം, ഞാനതിന് പ്രീണനം എന്ന വാക്കാണ് പറയാം. അതല്ലാതെ ആചാരങ്ങളോ കാലാകാലങ്ങളിൽ പിന്തുടർന്നു വരുന്ന സമ്പ്രദായങ്ങളോ വിസ്മരിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് ഇവിടെ കർക്കശമായ നിയമനിർമ്മാണം നടത്തില്ലെങ്കിൽ മുത്തലാഖ്, ശൈശവ വിവാഹം തുടങ്ങിയ സ്വത്ത് നിഷേധിക്കൽ തുടങ്ങിയ അനാചാരങ്ങൾ അനുഭവിക്കുന്ന നിസ്സഹാരായ വനിതാ വിഭാഗം വീണ്ടും അത് തുടരും. അവരുടെ അപ്രീതി വർദ്ധിക്കും, അവർക്കിടയിലുള്ള അസമത്വം വർദ്ധിക്കും, അവരുടെ ജീവിതം ദുസ്സഹമാവും. ഇത് വികസിത ഭാരതത്തിന് ചേരുന്ന ഒരു സമ്പ്രദായമല്ല. വികസിത ഭാരതം എന്ന് പേര് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് വേണു ഉടനെ രാഷ്ട്രീയം പറയും. ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു വികസിത ഭാരതത്തിൽ യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ഇവിടെ രാജ്യം മുഴുവൻ പാലും തേനും ഒഴുകും എന്നൊന്നും ആരും വാദിക്കുന്നില്ല. ഒരു സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യ പരിഷ്കരണം ഏത് സമുദായത്തിനും അനിവാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലോകം മുഴുവൻ കീഴടക്കി നടക്കുന്ന അമേരിക്കയിൽ ഇപ്പോഴും വർണ്ണവിവേചനമില്ലേ? അവിടുത്തെ നീഗ്രോകൾ അനുഭവിക്കുന്ന യാതനകൾ നമ്മൾ പലപ്പോഴും കാണുന്നില്ലേ? ഇത് പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹം കൊണ്ട് മാത്രം നിർത്താൻ പറ്റുമോ? ആണെങ്കിൽ എന്നോ നിൽക്കേണ്ടതായിരുന്നില്ലേ? അപ്പോൾ ഇതുപോലെ
നമ്മുടെ രാജ്യത്തുള്ള അസമത്വങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീ സമൂഹം നേരിടുന്ന അസമത്വങ്ങളും അനാചാരങ്ങളും അപരിഷ്കൃതമായ രീതികളും നിർത്തണമെങ്കിൽ നിർബന്ധമായും നിയമനിർമ്മാണം കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.